ആലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി. പല്ലന സ്വദേശി സുദേവനെയാണ് കാണാതായത്. പൊഴിയിലൂടെ കടലിലേക്ക് വള്ളം ഇറക്കുമ്പോൾ അപകടം സംഭവിക്കുകയായിരുന്നു. സുദേവനായുള്ള തെരച്ചിൽ തുടരുകയാണ്. ശരണ്യ സ്നേഹിതൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഇതെപ്പോഴായിരുന്നു ഈ അപകടം? തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? രാവിലെ 6 മണിയോടുകൂടി തോട്ടപ്പള്ളി പൊഴിമുഖത്ത് നിന്ന് കടലിലേക്ക് ഇറങ്ങിയ വള്ളമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. നല്ല കടൽക്ഷോഭം അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ വള്ളം പൊഴിയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ വെള്ളം പൊഴിയിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കുണ്ടായിരുന്നു. മാത്രമല്ല ഇവരുടെ വള്ളം ഇറക്കുന്ന ഘട്ടത്തിൽ തിരയിൽ പെടുകയായിരുന്നു. തുടർന്ന് വള്ളം ആ പൊഴിമുഖത്ത് വെച്ച് തന്നെ മറിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സുദേവൻ ഉൾപ്പെടെ 7 മത്സ്യത്തൊഴിലാളികൾ വള്ളത്തിലുണ്ടായിരുന്നു. അതിൽ 6 പേരും നീന്തി കയറുകയും മറ്റ് ചെയ്തു. പക്ഷേ സുദേവനെ കാണാതായിട്ടുണ്ട്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനായുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. തുടർന്ന് ഈ വള്ളം ഒഴുകി പോവുകയും ചെയ്തിരുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലീസും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും ചേർന്ന് വള്ളം തിരികെ കെട്ടിക്കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ നടന്ന സംഭവത്തിനകത്ത് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും പോലീസും ഒക്കെ തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും സുദേവന് ലഭ്യമായിട്ടില്ല. ഈ രക്ഷപ്പെട്ട 6 മത്സ്യത്തൊഴിലാളികളെയും വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശരി, ശരണ്യ സ്നേഹിതനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. 70 വയസ്സുകാരനായ സുദേവനെയാണ് കടലിലേക്ക് വള്ളം ഇറക്കുന്നതിനിടെ അപകടം സംഭവിച്ച് ബോട്ട് മറിഞ്ഞ് കാണാതായിട്ടുള്ളത്. തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്.